ധർമ്മസംരക്ഷണത്തിനായി. സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശയാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലാണ്. യാത്രയെ ജില്ലാതിർത്തിയായ ഇടിമൂഴിക്കലിൽ സ്വീകരിച്ചു. തുടർന്ന് താനൂർ ശോഭപ്പറമ്പിൽ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുകയാണ് ധർമ്മസന്ദേശയാത്രയുടെ ലക്ഷ്യം. കേരള സമൂഹം നേരിടുന്ന ധാർമ്മിക ച്യുതികൾക്കെതിരെ സന്യാസികളുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡൽ സംഘടിപ്പിക്കുന്നതാണ് ധർമ്മസന്ദേശയാത്ര. മലപ്പുറം ജില്ലയിലെത്തിയ യാത്രയെ രാവിലെ 8-ന് ഇടമൂഴിക്കലിൽ വാദ്യമേള അകമ്പടികളോടെ സ്വീകരിച്ചു. തുടർന്ന് താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്ര പരിസരത്ത് രാവിലെ 10-ന് വിവിധ സാമുദായിക, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളും ധാർമ്മിക ആചാര്യന്മാരും പങ്കെടുത്ത പ്രതിനിധി സമ്മേളനം നടന്നു. മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ധർമ്മസന്ദേശം നൽകി. ഹനിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ ഹനിക്കാതിരിക്കട്ടെ എന്നുവെച്ചെന്താർത്ഥം? നിങ്ങളാൽ ധർമ്മം ഹനിക്കപ്പെട്ടാൽ ധർമ്മം നിങ്ങളെ ഹനിക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന മനുവിൻ്റെ ആശീർവാക്യമാണ്, മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് കേൾക്കാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ദീർഘകാലം അടിമത്തത്തിലാണ്ട് കഴിയേണ്ടി വന്നത്. ഇനിയെങ്കിലും ഈ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചാൽ നമുക്കൊന്നും നഷ്ടമായിട്ടില്ല. സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമിനി അതുല്യാമൃതപ്രാണ, സ്വാമിനി വരദാമൃതപ്രാണ, സ്വാമി അയ്യപ്പദാസ്, ആധ്യാത്മാനന്ദ സരസ്വതി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാരാണ് ധർമ്മസന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിവിധ പരിപാടികളിൽ ആത്മീയ, കലാ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ജനം, മലപ്പുറം.